തൃശൂർ ബാങ്ക് കൊള്ളക്കേസ് പ്രതി റിജോ ആന്റണിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ബാങ്കിലും റിജോ പണം നൽകിയവരുടെ വീടുകളിലും എത്തിച്ചാണ് തെളിവെടുത്തത്. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. റിജോയുടെ നാട്ടുകാർ നൽകിയ നിർണായക വിവരമാണ് കേസന്വേഷണത്തിൽ വഴിത്തിരിവായത്. CCTVയിൽ കണ്ടതിന് സമാനമായ ശരീരപ്രകൃതിയുള്ള ഒരാൾ പ്രദേശത്ത് താമസിക്കുന്നുണ്ടെന്നായിരുന്നു സ്ത്രീയുടെ മൊഴി. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ, ഒടുക്കം പ്രതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു സംഘം. പോലീസ് പ്രതിയെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം ഓരോ നിമിഷവും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മുന്നിലുള്ളത് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയാണ്. അതിനി എവിടെയെല്ലാം എത്തിച്ച് ഇനിയും തെളിവെടുക്കേണ്ടതുണ്ട്. ഇനി എന്തെല്ലാം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് പോലീസിന്? സൈഫോ, നിലവിൽ തെളിവെടുപ്പെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി തെളിവെടുപ്പിന്റെ ബാക്കി ഒന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി വീട്ടിലെത്തിച്ചു. ഇന്ന് രാവിലെ ഈ പണം നൽകിയ ആളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ബാങ്കിലും എത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി. അല്പസമയത്തിനകത്ത് തന്നെ പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുവരും. ചാലക്കുടി കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതി കോടതിയിലേക്ക് എത്തുമെന്നാണ്. അവിടെ നിന്ന് മെഡിക്കൽ പൂർത്തിയാക്കിയ ശേഷം കോടതിയിലേക്ക് എത്തുമെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ നിലവിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നില്ല. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലേക്ക് പോലീസ് പോകും. ആ സമയത്ത് ഒരുപക്ഷെ കൂടുതലായിട്ട് എന്തെങ്കിലും ചോദ്യം ചെയ്യലോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവും. തെളിവെടുപ്പെല്ലാം തന്നെ ഇന്ന് ഈ ഒരു ദിവസം കൊണ്ട് പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അധികമൊന്നും പ്രതി എവിടെയും സഞ്ചരിച്ചില്ല. കാരണം പ്രതി കുറച്ച് വട്ടം കറക്കാൻ വേണ്ടി എറണാകുളം ഭാഗത്തേക്ക് പോയി, ഇടറോഡുകളിൽ കൂടെ കയറി വന്നു, തിരികെ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. ആ പ്രതി വീട്ടിൽ തന്നെയായിരുന്നിരുന്നത്. മറ്റെവിടെയും ഒളിവിൽ പോവുകയോ പൈസ മറ്റെവിടേക്കെങ്കിലും മാറ്റുകയോ ചെയ്തിട്ടില്ല. ഇനി പൈസ റിക്കവർ ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ട് പോലീസിനില്ല എന്നുള്ളതാണ്. കാരണം 15 ലക്ഷമാണ് നഷ്ടപ്പെട്ടിരുന്നത്. അതിൽ 14,90,000 രൂപയും പോലീസ് കണ്ടെത്തി. 12 ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ ആ ബാഗിൽ അടക്കമുണ്ടായിരുന്നു. 12 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് ലഭിച്ചു. 2,90,000 രൂപ പ്രതി കടം വാങ്ങിയിരുന്ന ആൾക്ക് കടം വീട്ടാനായി തിരികെ കൊടുത്തു. ആ പൈസ അന്നനാടുള്ള ആ കടം നൽകിയ പൈസ നൽകിയ ആളുടെ വീട്ടിൽ പോയി പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. 10,000 രൂപ മദ്യപിച്ചും അല്ലാതെയും മറ്റ് ചെലവുകളുമൊക്കെ തന്നെ പ്രതി ചെലവാക്കിയിട്ടുണ്ട്. 10,000 രൂപയോളം ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് അപ്പോൾ പ്രതി ഇനി റിക്കവറി ഒന്നും ആവശ്യമില്ല. പിന്നെയുള്ളത് കത്തിയായിരുന്നു. അതായത് ഭീഷണിപ്പെടുത്താൻ ലഭിച്ച കത്തി. ആ കത്തിയും പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെയുള്ള കോട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രതി കത്തിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഇനി കൂടുതലായി ഒന്നുമില്ല. സ്വാഭാവികമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ്. എന്തായാലും കോടതി ഇന്ന് ഹാജരാക്കും. റിമാൻഡിലാക്കുമ്പോൾ എന്നുള്ള കാര്യം അത് സ്വാഭാവികമാണ്. റിമാൻഡിലേക്ക് തന്നെയായിരിക്കും. എന്തായാലും കോടതി ഇന്ന് തീരുമാനിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കൃത്യമായ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. പ്രതിയുടെ കുറ്റസമ്മതമുണ്ട്. പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ മോഷ്ടിച്ച പണം കണ്ടെത്തുകയും ചെയ്തത്. പ്രതി പണം കൈമാറിയ ആളുകളിൽ നിന്നും ഇതേ പണം എത്തിയിട്ടുണ്ട്. അപ്പോൾ സീരിയൽ നമ്പറൊക്കെ സേവാണ്. അപ്പോൾ ഇനി അതിൽ മറ്റു കാര്യങ്ങൾ എന്തായാലും പ്രതി അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് എത്തിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സേഫ്, കുറ്റസമ്മത മൊഴിയുണ്ട്, പണവും കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു, തെളിവെടുപ്പും പൂർത്തിയായിരിക്കുന്നു. അതോടുകൂടി ഇനി വേഗത്തിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് മറ്റ് നടപടിക്രമങ്ങൾ കടക്കുകയായിരിക്കും പോലീസ് ചെയ്യുക. വിശദാംശങ്ങൾ നൽകിയതൊക്കെ അഖിൽ.